ഈ ഒരു ചടങ്ങ് കൂടി കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കുമ്പോഴാണ് ഏറ്റവും പ്രധാനപ്പെട്ടൊരു അജണ്ടയാണ് നമ്മൾ നടത്തുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഈ ആയത്തരൂപത്തിൻ്റെയും ക്ഷേത്രത്തിൻ്റെയും വിദ്യാലയത്തിൻ്റെയും ഒക്കെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം വഹിക്കുകയും ചുക്കാൻ പിടിക്കുകയും നമ്മളെ ഇന്ന് നമുക്ക് അഭിമാനിക്കാവുന്ന തരത്തിൽ ഈ സംവിധാനത്തെ മുന്നോട്ട് കൊണ്ടുപോയ ഒരു കൂട്ടം ആളുകളിൽ അതിന് നേതൃത്വം വഹിച്ച ആളുകളെയാണ് നമ്മൾ ആദരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യമായിട്ട് ദേവസ്വം പ്രസിഡന്റുമാരായിട്ട് നിയോഗിക്കപ്പെട്ട് തൻ്റെ കർമ്മമണ്ഡലത്തിൽ മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച നമ്മുടെ ഏറ്റവും ബഹുമാന്യരായ ദേവസ്വം പ്രസിഡന്റുമാരാണ്. ഇന്ന് എത്തിയിട്ടുണ്ടോ എന്നറിയില്ല. തൈക്കാട്ട് ശിവശങ്കര, ടി പി ശിവശങ്കരൻ, ശിവമാഷ് എത്തിയിട്ടുണ്ടോ? വന്നിട്ടില്ല. തൈക്കാട്ടെന്ന് ആദ്യം പറഞ്ഞു, പിന്നെ ടി പി ആയിരിക്കും. യെസ്. രണ്ടാമത് നമ്മുടെ വെട്ടുപേരിൽ അനന്തപത്മനാഭൻ, രണ്ട് പപ്പുച്ചേട്ടൻ എത്തിയിട്ടുണ്ടോ? വരാത്തവരെ ആദ്യം വിളിച്ചു എന്ന് മാത്രം. അപ്പോഴാണ് അതിനൊരു ഭംഗിയുണ്ടാവും. അടുത്തത് നേരത്തെ പറഞ്ഞ യുവാക്കൾ അല്ലെ, യുവതയുടെ ഭാഗത്തു നിന്ന് വന്ന ആളെന്നാണ് പറഞ്ഞത്. സുനിൽകുമാർ പഠിക്കപ്പറമ്പ്. വരാം. സുനിൽകുമാർ വരുന്നു. അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ 2 വാക്കുകളിൽ, ഏറ്റവും ചുരുങ്ങിയ വാക്കുകളിൽ നിങ്ങളോട് സംസാരിക്കുന്നു. ഞങ്ങളുടെ ആദരവ് ഏറ്റുവാങ്ങുന്നു. അറിയാം. 2 വാക്ക് പറയാൻ പറഞ്ഞു, അതുകൊണ്ട് മാത്രം വയ്ക്കും. ഇന്നത്തെ യോഗത്തിൻ്റെ യോഗാധ്യക്ഷൻ ശ്രീ പിയാനന്ദൻ, നമ്മുടെ അത്രയും പ്രിയപ്പെട്ട കരയോഗ പ്രസിഡന്റ് ശ്രീ ജയഗോപാലേഷ്, മറ്റു കരയോഗ അംഗങ്ങൾ, 2001 മുതൽ 2021 വരെ 20 വർഷത്തിന് മുകളിൽ ദേവസ്വത്തിൻ്റെ പ്രസിഡന്റായിരുന്ന സുധാരചാരൻ പെറ്റൊഴിഞ്ഞിട്ട് പോയ ചെറിയൊരു കാലയളവാണ് എനിക്ക് ആകെ കിട്ടിയ 6 മാസം. 6 മാസം കൊണ്ട് ദേവസ്വത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് സാധിക്കുമെന്നുള്ള വിചാരിച്ചതിന് ഒരു സമ്മാനം കൂടിയാണ് ഇപ്പോൾ ഈ കിട്ടിയിരിക്കുന്ന ആഗ്രഹം. കാരണം മാറാനം മുങ്ങിയ നമ്മുടെ ഉപ്പൂരെയും മറ്റൊക്കെ ആയിരുന്നു ആദ്യമുണ്ടായിരുന്നു. അതിനൊക്കെയാണ് വ്യത്യാസം വരുത്താൻ ശ്രമിച്ചത്. അതുപോലെ ചാർജ് എടുത്ത് ഒരു 13 ദിവസം കൊണ്ട് ഒരു സപ്താഹം നടത്തേണ്ടതായിട്ട് വന്നു. അതുകൂടാതെ ഇന്നലെ വരെ നടന്ന ഈ നവരാത്രി ആഘോഷം 2ാമത് തുടങ്ങാൻ എൻ്റെ കാലത്തുള്ള ഭരണസമിതിക്ക് സാധിച്ചു. അതിന് നല്ലവരായ കുറേ കൂട്ടുകാരുടെ സഹകരണവും മറ്റുള്ളവരുടെയും സഹകരണമുണ്ട്. അതുപോലെ തന്നെ ഈ ഉപകാരം തന്ന് ആദരിച്ചതിന് കരയോഗത്തിനോടുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി സുനിൽകുമാർ. അടുത്തത് ഏറ്റവും കൂടുതൽ കാലം ദേവസ്വം പ്രസിഡന്റായിരുന്നു എന്ന് നേരത്തെ വിശേഷിക്കപ്പെട്ട, ഇന്ന് ചെറുപ്പക്കാരനെ പോലെ ഓടി കിടക്കുന്നത്, ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഏറ്റവും ചെറുപ്പക്കാരനാണ്, ഏത് കാര്യത്തിനും ഓടി കിടക്കുന്ന വെട്ടുപേരിൽ സുധാകരൻ ചേട്ടൻ.
ഞാൻ 2000 മുതലാണ് കരിവം പ്രസിഡൻ്റായത്. ദേവസ്വം പ്രസിഡൻ്റായിരുന്നു. 2022 ജൂൺ മാസം 15-ാം തീയതി വരെ പ്രസിഡൻ്റായിരുന്നു. അതിന് ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ബുദ്ധിമുട്ടുകൾ സഹിച്ച കാലഘട്ടമാണ്. ഏത് സമയവും മേശാന്തി മാരാര് പോയിക്കൊണ്ടിരിക്കുക. അതുകൂടാതെ വെളുപ്പാങ്കാലത്ത് 3 മണിക്ക് വിളിക്കും ശിവശങ്കർ, മേശാന്തി എത്തിയിട്ടില്ല, വാലിന് ശങ്കം വിളിക്കാതിട്ടില്ല. 2 വീലറും കൊണ്ട് ഉടനെ തന്നെ മേശാന്തിയുടെ അടുത്ത് പോകും. മേശാന്തിയുടെ അടുത്ത് പോകുമ്പോൾ മേശാന്തി എണീറ്റിട്ടില്ല. മേശാന്തി അവിടെ നിന്ന് എൻ്റെ സ്കൂട്ടറിനെ കുളിച്ച് കൊണ്ടുവന്ന് അമ്പലക്കുളത്ത് കുളിപ്പിച്ച് നട ഉറപ്പിച്ചിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ ഒരു മേശാന്തി ഇവിടെ വരാമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് പെലയായിട്ട് വരാൻ പറ്റിയില്ല. അദ്ദേഹത്തെ കാത്തിരുന്ന് ഏതാണ്ട് രാത്രി 8 മണി മുതൽ വെളുപ്പാങ്കാലത്ത് 4 മണി വരെ ഞാൻ അമ്പലത്തിൽ കാത്തിരുന്നുണ്ട്. ഈ 4 മണി വരെ കാത്തിരുന്ന അങ്ങേര് പാല എന്ന് 2 വീലറിന് വന്നിട്ട് അങ്ങേർക്ക് താക്കോല് കൈമാറിയിട്ടാണ് ഞാനൊന്ന് വീട്ടിൽ പോയത്. അതിപ്പോൾ തന്നെ മാരാരും നിലവിളക്കുമ്പോൾ ഉണ്ടാവില്ല. അപ്പൊ 4 മണിക്ക് ശംഖ് വിളിക്കണം. ശംഖ് വിളിക്കാൻ നേരത്തെ ആളില്ല. അപ്പൊ ഞാൻ സ്വാമിയോട് പറയും, സ്വാമി എങ്ങനെയെങ്കിലും ശംഖ് വിളിക്കുന്നു പറയും. അങ്ങനെയാണ് മേശാന്തി ശംഖ് വിളിച്ച് പള്ളി ഉണർത്തിയിട്ടുണ്ട് പല ദിവസങ്ങളും. അതുപോലെ തന്നെ മാല ഉണ്ടാവില്ല. മാല വെളുപ്പിന് 4 മണിക്ക് ചെറായി മറ്റേ വരാഹ ദിവസം അവിടെ പോയിട്ട് മാല മേടിച്ചോണ്ട് ഇവിടെ ഇതാക്കിയിട്ടുണ്ട്. അമ്പലത്തിനകത്ത് മാല കെട്ടാൻ സ്വാമി മാല കെട്ടി തന്നത്. അമ്പലത്തിന് ശ്രീകോവിലിനകത്തേക്ക് മാല കെട്ടാൻ നമുക്ക് പറ്റില്ല. അപ്പൊ ബാക്കിയുള്ള ചടങ്ങുകൾക്ക് ചാർത്താനുള്ള മാല വെളുപ്പിന് 4 മണിക്ക് ചെറായി പോയി മേടിച്ചുകൊണ്ട് മാല കൊടുക്കും. ഇങ്ങനെയൊക്കെ ഒരുപാട് സങ്കടങ്ങൾ എനിക്ക് ആ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. എല്ലാ കാലത്തും 3 മാസം നിൽക്കും സ്വാമി പോകും, 2 മാസം നിൽക്കും വാരി പോകും, 1 മാസം നിൽക്കും മാലാരി പോകും. ഇവരെ എല്ലാവരെയും ഒത്തൊരുമിപ്പിച്ച് കൊണ്ടുവരാനായിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരുപാടെന്ന് വെച്ചാൽ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ കരിയോത്തിൻ്റെ സെക്രട്ടറി ആയിട്ട് ചാർജ് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ 2 കൊല്ലമായി. അതും വളരെ ഭംഗിയായിട്ട് നിങ്ങളുടെ കമ്മിറ്റി അംഗങ്ങൾ, നിങ്ങളുടെ പ്രസിഡന്റ് ജയഗോപാലും, നിങ്ങളുടെ ട്രഷറർ നന്ദകുമാറും വിജയരാജും പിന്നെ മണിച്ചേട്ടൻ എല്ലാവരും കൂടി സഹകരിച്ച് വളരെ ബുദ്ധിമുട്ടി ഞങ്ങൾ ആ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുകൊണ്ട് അതിന് ഭഗവതി നമ്മളെ നന്നായിട്ട് അനുഗ്രഹിക്കുന്നതിനോട് പറഞ്ഞുകൊണ്ട് നന്ദി സുധാകരൻ ചേട്ടാ. ഇനി അടുത്തത് നമ്മള് ദേവസ്വം പ്രസിഡന്റ്, കരയോഗം പ്രസിഡന്റ് എന്നിങ്ങനെ ബ്രാക്കറ്റിൽ ഇട്ട് കഴിഞ്ഞാൽ 2ലും കൂടി ചേരുന്ന ഒരാളാണ് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട. അതിൽ ഒരാള് ഇപ്പൊ ലൈവാണ്, 2 പേരിൽ ഒരാൾ ലൈവാണ്, അതുകൊണ്ട് ഒരാളെ പറയുന്നില്ല. അതായത് 2 ഗണത്തിലും പെട്ട സ്കൂൾ മാനേജറായിട്ടും സ്കൂൾ അധ്യാപകനായിട്ടും ദേവസ്വം പ്രസിഡന്റായിട്ടും ഒക്കെ വിരാജിച്ച, ഒട്ടനവധി നല്ല കാര്യങ്ങൾ ചെയ്ത അല്ലെങ്കിൽ നേതൃത്വം വഹിച്ച നമ്മള് രവിചേട്ടൻ എന്ന് വിളിക്കുന്ന, രവിസാർ എന്ന സമൂഹം വിളിക്കുന്ന VS രവീന്ദ്രനാഥ്. യോഗാധ്യക്ഷൻ ദേവസ്വം ഭരണസമിതി അംഗങ്ങളെ, കലിയുഗ പൊതുയുഗ അംഗങ്ങളെ, ഒരു സ്ഥാപനം ഏതാണ്ട് 100 വയസ്സ് പൂർത്തിയാകുന്ന വേളയിൽ അതിൻ്റെ കീഴിൽ പ്രവർത്തിക്കാനും ശ്രേയസ്കരമായ
മറ്റു പല പരിപാടികളും ആസൂത്രണം ചെയ്യാനും കഴിഞ്ഞത് നിങ്ങളുടെയും നായരമ്പലത്തമ്മയുടെയും കൃപാകടാക്ഷം കൊണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ സ്ഥാപനം അസൂയാർഹമായ രീതിയിലുള്ള പുരോഗതി കൈവരിക്കുമ്പോൾ മറ്റുള്ളവരെ ആഹ്ലാദത്തോടെ വീക്ഷിക്കാൻ ഇടയാക്കിയത് നമ്മുടെ പൂർവ്വസൂചികൾ എടുത്ത സുപ്രധാനമായ തീരുമാനങ്ങളും നടപടികളുമാണ് അതിന് വഴിവെക്കുക. ദേവസ്വത്തിൻ്റെ പ്രസിഡന്റായി ഏതാണ്ട് 8 ഘട്ടം 16 വർഷത്തോളം ഇരുന്നപ്പോൾ ഗോകുലപ്പുഴ പരമേശ്വരി പണിക്കരായിരുന്നു അന്ന് പാട്ടമാണ്. വളരെ കാര്യങ്ങൾ ദേവസ്വത്തെക്കുറിച്ച് അറിയാവുന്ന ഒരു വലിയ വ്യക്തിയായിരുന്നു അദ്ദേഹം. കാലിന് അല്പം പ്രസവമുണ്ടെങ്കിലും പക്ഷേ ദേവസ്വം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പിന്നീട് വരുന്ന തലമുറയ്ക്ക് പലപ്പോഴും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ് വെളിച്ചപ്പാട്, പാട്ടമണി, അതുപോലെ തീയാട്ടുണ്ണി. ഇവർക്കുള്ള ഭോഗങ്ങൾ എന്താണ്, പ്രതിഫലം എന്താണ് കൊടുക്കാറ് ഒരു രേഖയുമില്ല. അതൊക്കെ എനിക്കറിയാം, പണിക്കർക്കറിയാമെങ്കിലും പിന്നീട് വരുന്ന ആരെങ്കിലും ഇത് അന്വേഷിച്ചാൽ അവർ വരുന്നതായിരിക്കും ഈ അവർക്ക് ഉള്ള പ്രതിഫലം നിശ്ചയിക്കുന്നത്, പരിപാടി നടത്തുന്നവരായിരിക്കും. താഴെ എഴുതി വയ്ക്കും. അത് പഴയ രേഖകൾ എനിക്കറിയാം, എഴുതി വയ്ക്കാൻ പറഞ്ഞ് എഴുതി വെച്ചു. അപ്പം നമുക്ക് ഈ ഭൂമി, ഈ ദേവസ്വത്തിന് ഭൂമി ഷൺമുഖത്തിൻ്റെ കൊച്ചി ദിവാനായിരുന്ന കാലഘട്ടത്തിൽ അനുവദിച്ച് കിട്ടിയതാണ്. അതിൻ്റെ രേഖ വരുന്നുണ്ടോ എന്ന് ചോദിച്ചു. അതൊക്കെ പഴയ ആ മരത്തിൻ്റെ അതുപോലെ കാണും എന്നാണ് പഠിക്കല് പറയുക. കാണുമെന്ന് പറഞ്ഞാൽ പോരാ, ആ രേഖ പരിശോധിച്ച് അങ്ങനെ ഒരു രേഖ ഷൺമുഖം ചുറ്റി കൊച്ചി ദിവാനായിരുന്നു ചുറ്റി ദേവസ്വത്തിന് നൽകിയിട്ടുണ്ടോ എന്നുള്ളത് അറിയാം. പഴയ രേഖകൾ ഓരോന്നോരെ പൊടിഞ്ഞു പോകുന്ന രീതിയിലാണ്. പരിശോധിച്ചു. അത് ലാമിനേറ്റഡ് കോപ്പിയാക്കി എടുത്തു വയ്ക്കാൻ എനിക്ക് സാധിച്ചു. അതിപ്പോഴും ഉണ്ടവിടെ. തീയാട്ടുണ്ണിയുടെ ഭോഗങ്ങൾ, ചടങ്ങുകൾ, ഒരുക്കേണ്ട സാധനങ്ങൾ എല്ലാം. അതുകൂടാതെ ഈ ദേവസ്വത്തിൻ്റെ നന്ദനമേലം വന്നപ്പോഴാണ് കുറച്ച് ഭൂമി നമ്മുടെ നിലം നമുക്ക് വിൽക്കാനായിട്ട് തീരുമാനിച്ചത്. ഭൂമി വിൽക്കാൻ നമുക്ക് അധികാരമുണ്ടോ? പൊതുയോഗത്തിൻ്റെ അനുവാദമില്ലാതെ എങ്ങനെ ചെയ്യും? അതൊക്കെ നമുക്ക് മേടിക്കാം, പോരാ. വിൽക്കാൻ അനുവാദം അല്പം നിലം വിൽക്കുന്നതിന് ദേവസ്വം ബോർഡിൻ്റെ പോലും അനുവാദം വാങ്ങിച്ചിട്ടാണ് അത് ചെയ്തത്. പിന്നീട് കാലഘട്ടത്തിൽ ചെയ്തൊരു കാര്യം, 15 ആനയെടുത്ത് അരക്കെട്ട് നമ്മുടെ ഈ ആനയുടെ ഉത്സവത്തിലെല്ലാം തൃശ്ശൂർ ഗണപതി ജനങ്ങളിൽ നിന്നാണ് സാധനങ്ങൾ കൊണ്ടുവരിക. നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കിയാൽ എന്താ, അതിന് ഫണ്ട് വേണ്ടേ? ഒരു കാര്യം ചെയ്യാം, റിസർവ് ഫണ്ടുണ്ട്. ദേവസ്വം ബോർഡിൻ്റെ അംഗീകാരത്തോടുകൂടി ആ റിസർവ് ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് 15 ആനയ്ക്ക് വേണ്ട ചമയങ്ങൾ ഒരുക്കിയത്. ഇപ്പോൾ അത് കാര്യമായ വിൽപ്പനയ്ക്കൊന്നും പോകുന്നില്ല. എങ്കിലും ആ കാലഘട്ടത്തിൽ അത് സാധിച്ചതൊരു വലിയ കാര്യമായിട്ട് ഞാൻ കണക്കാക്കുകയാണ്. പിന്നീട് ഈ കരയോഗത്തിൻ്റെ പ്രസിഡന്റായി കുറച്ച് പ്രവർത്തിക്കാൻ സാധിച്ചു. ശിവരാമ സാറിനോടൊപ്പം ഇവിടെ ഒരു നായർ സർവീസ് അസോസിയേഷൻ ഉണ്ടാക്കി. ആന കമ്മിറ്റി എന്നതിന് പറയാം. 10,000-15,000 20,000 രൂപ വീതം തരാൻ പറ്റിയ വ്യക്തികളിൽ നിന്ന് സമാഹരിച്ച് ഏതായാലും ആനകളെയൊക്കെ വാങ്ങിച്ചു. നമ്മുടെ അഭിമാനമായ നായകമ്പലം ശിവാജി ആന, ഇത്രയും സുന്ദരനായ അഴകത്തൊരാന നമുക്കുണ്ടായിട്ടില്ല. ഗുരുവായൂർ കേശവൻ അയാൾക്ക് അഭിനയിച്ച ആനയാണ്. ആ ആനയ്ക്ക് സാധാരണഗതിയിൽ പാപ്പാൻ ഉപയോഗിക്കുന്ന തോട്ടി ഒടിഞ്ഞ ആനയുടെ തുമ്പിൽ കയ്യിൽ കയറി. അപ്പോൾ പ്രസിദ്ധനായ ഡോക്ടർമാർ മാധവനൊക്കെ പഠിക്കലൊക്കെ ഒന്ന് പറഞ്ഞു, ഔട്ട് ഓഫ് ക്വസ്റ്റ്യനാണ്, ആന പോക്കാണ്, ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. സങ്കടമായി. അവസാനം എറണാകുളത്ത് നിന്ന് ഒരു ചേടായി
ഷേണായി വിളിച്ചപ്പോൾ അതിനെപ്പറ്റി ഒരു തരാം നോക്കാൻ നമുക്ക്. ഒരു പിള്ളേർ ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന് ഉൾപ്പെടെ വന്ന് നാട്ടികയിൽ വെച്ച് ആനയ്ക്ക് ഉണ്ടമ്പൊരിയിലും മയക്കുമരുന്ന് കൊടുത്ത് മയക്കി കിടത്തിയിട്ട് ഗൗണൊക്കെ തിരിച്ചുകൊണ്ട് 2 ഡോക്ടർമാർ പണിക്കരക്ക് നോക്കി നിൽക്കുക, അവരടയ്ക്കുന്നില്ല. തുമ്പി കീറി കൃത്യമായ സ്ഥാനത്ത് ആനയുടെ തുമ്പിയുടെ അകത്ത് പോയി തോട്ടി പുറത്തെടുത്ത് ആനയെ രക്ഷപ്പെടുത്തി. അങ്ങനെ നമ്മൾ പിന്നീട് കച്ചവടം ചെയ്യുകയുണ്ടായി. പിന്നീട് നമുക്ക് അഭിമാനമായി മാറിയതാണ് ബാലകൃഷ്ണനും കേശവനും. 5 ആനകളുടെ ചുമതല ശിവരാമസ്വാമി പെട്ടെന്നാണ് നിര്യാതനായത്. അതിൻ്റെ ചുമതല എൻ്റെ പടലേക്ക് വന്നു. ആരും നോക്കാനില്ല. ആനക്കാർ പലയിടത്തും ഉത്സവത്തിനങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. പാലക്കാട് പൂരം കഴിഞ്ഞ് വരുമ്പോൾ പാടത്തേക്ക് ആന ഓടിപ്പോയി, രക്ഷയില്ല. ഒരു നിവൃത്തിയില്ലാതായപ്പോൾ ഈ പഴയ ചെറായിക്കാരുടെ ശ്രീധരൻ പൂർണ്ണമായും എല്ലാ ദിവസവും നല്ല വെള്ളത്തിലാണ്. പക്ഷെ അത് നല്ലൊരു പാപ്പാനാണെന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞു. അവനെയും കയറ്റി കാലിൽ കൊണ്ടുപോയി പാലക്കാട്ട് കൊണ്ടുപോയി. അപ്പോൾ പൊന്നിൻ്റെ അനിയനാണ് ആനക്കാരൻ, അടുപ്പിക്കുന്നില്ല. പപ്പനാഭനാണ് ഓടിക്കുകയാണ്. അപ്പോൾ ശ്രീധരൻ പറഞ്ഞു, ഞാൻ ശരിക്കും ആവശ്യപ്പെടണം സാറേ, അമ്മണി ഇത്തിരി അടിച്ചു കഴിഞ്ഞാൽ ശരിയോ? അമ്മണി എന്ന് പറഞ്ഞാൽ ഒരുതരം ചാരായമാണ് പാലക്കാട്. അത് പോയി അടിച്ചു വന്നു ശ്രീധരൻ. ഞാൻ ഓർക്കുന്ന കാര്യമാണ്. കെട്ടാനെ കയ്യെന്ന് പറയും, ആന കൈ വെട്ടലും. ഈ പൂരവെള്ളക്കാരനായ ശ്രീധരൻ ചങ്ങലക്കിൽ കഴിഞ്ഞു. ആനയെ തളച്ചത് ഒരു ഷൊർണൂരുകാരൻ സ്വർണ്ണ വ്യാപാരിയുടെ പറമ്പിലായിരുന്നു. ആനയുടെ പിണ്ടം വീണ് മൂത്രം പോയാൽ രക്ഷയില്ല, അതുകൊണ്ട് ഒന്ന് മാറ്റണം, എന്ത് വേണമെങ്കിലും തരാമെന്ന് പറഞ്ഞ് ആന എവിടെ തളച്ചു, മാറ്റി തിരിച്ചു കൊണ്ടുപോകും. കേശവനാന നമ്മുടെ അഭിമാനമാണ്. എൻ്റെ വീട്ടിൽ കിടന്നാണ് ആന തരുന്നത്. അതിനെ കഷ്ണമാക്കി കൊണ്ടുപോയി വെള്ളിക്കുളവിൻ്റെ ഫോറസ്റ്റിൽ അതിനെ സംസ്കരിക്കാൻ ഇടയായത് മറക്കാത്ത കാര്യമാണ്. അതിൻ്റെ ചുമതല വളരെ ബുദ്ധിമുട്ടേറിയ കാര്യങ്ങളും അങ്ങനെ കാര്യങ്ങൾ ചെയ്തു. കരയോഗത്തിൻ്റെ കാര്യങ്ങളെടുത്താൽ നമ്മുടെ +2 അനുവദിക്കുന്നതിന് ശർമാജിയോടൊക്കെ അപേക്ഷിച്ചെങ്കിലും ശർമാജി HIHSനാണ് അതിന് അനുവാദം മേടിച്ചു കൊടുത്തത്. അദ്ദേഹം ഒരു യോഗത്തിന് നായകമ്പലം സ്കൂളിൻ്റെ വേദിയിൽ വെച്ച് കൊണ്ടു ബസ് വിട്ടിട്ട് കൈ കാണിച്ചിട്ട് കാര്യമുണ്ടോ മാഷേ എന്നാണ് എന്നോട് ചോദിച്ചത്. അങ്ങനെ വിട്ട ബസ് ഒരുപക്ഷെ അതിന് ആകർഷകത്വം ഉണ്ടെങ്കിൽ ബാക്കെടുത്ത് നിർത്തി ആളെ കയറ്റി കൊണ്ടുപോകുമായിരുന്നു. അതൊരു കൊള്ളിയാണല്ലോ എന്ന് പറഞ്ഞു. ശർമാജി ചെയ്യാതെ കൊള്ളിയാണ്. അടുത്ത വർഷം ഹൈക്കോടതിയിലൊരു ഒരൊക്കെ കൊടുത്തു ഞങ്ങൾ. ഇനി എറണാകുളം ജില്ലയിൽ +2 അനുവദിക്കണമെങ്കിൽ നായകമ്പലം ഭഗവതി വിലാസം സ്കൂളിൽ അനുവദിച്ചുകൊണ്ടായിരിക്കണം എന്നൊരു ഉത്തരവ് സമ്പാദിച്ചു. അടുത്ത കൊല്ലം നമുക്കത് ഫ്രീയായിട്ട് കിട്ടുകയും ചെയ്തു. അങ്ങനെയാണ് ആ കാര്യങ്ങൾ റെക്കഗ്നൈസ്ഡായിട്ട് നമ്മളതിൻ്റെ തുടക്കം കുറിച്ചു. അത് കഴിഞ്ഞു. അങ്ങനെ പല കാര്യങ്ങളും ചെയ്യാൻ കഴിഞ്ഞതിൽ അഭിമാനമുണ്ട്. ഈ അമ്പവറ്റം ഓഡിറ്റോറിയത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനം അത് വിടുതലുകളുടെ കാര്യമാണ്. ഒരു വ്യക്തി 50 ലക്ഷം രൂപ തരാം. എൻ്റെ പിതാവിൻ്റെ സ്മരണയ്ക്കായിട്ട് ഒരു ഓഡിറ്റോറിയം ഉണ്ടാക്കണം. 50 ലക്ഷം കൊണ്ട് ഒരു ഓഡിറ്റോറിയം ഉണ്ടാക്കണം. അങ്ങനെ ആലോചിച്ച് മറ്റു പലരിൽ നിന്നും സമാഹരിച്ച തുക കൊണ്ട് 75 ലക്ഷത്തോളം രൂപ ഉപയോഗിച്ചാണ് ഡോക്ടർ രവീന്ദ്രനാഥിൻ്റെ പേര്, ആ പിതാവിൻ്റെ പേര്, പപ്പടി മേനോൻ്റെ പേര് ഈ ഓഡിറ്റോറിയം നമ്മൾ നിർമ്മിച്ചത്. അതൊക്കെ ഈ സ്ഥാനത്ത് ഇന്ന് കാലഘട്ടത്തിൽ ഭഗവതിയുടെ അനുഗ്രഹം കൊണ്ട് ചെയ്യാൻ കഴിഞ്ഞു. നിങ്ങളുടെയും അനുഗ്രഹം ഉണ്ടായി. അതെല്ലാം ചെയ്യാൻ കഴിഞ്ഞാൽ കാരിതാർത്ഥമുണ്ട്. ഇപ്പോൾ വയ്യ. ഈ സ്വീകരണത്തിന് എല്ലാവിധത്തിലും ഞാൻ കടപ്പെട്ടിരിക്കുന്നു. നന്ദി, നമസ്കാരം. ഒരുപാട് പറയാനുണ്ട്. അതിനെല്ലാം നമുക്ക് വേദികൾ ഒരുക്കണം. എന്തായാലും കുറഞ്ഞ സമയം കൊണ്ട് ഷുഗർ രോഗികളൊക്കെ എഴുന്നേറ്റ് തുടങ്ങി. വളരെ ചുരുക്കി പറയും വിചാരിക്കുന്നു. ആരോ പറഞ്ഞു ഊണ് കഴിച്ചാൽ വീട്ടിൽ പോകാമെന്ന്. അത് നടക്കില്ല. ഒരു കോംപ്ലിമെന്റ് നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ശതാബ്ദിയുമായി ബന്ധപ്പെട്ട ഒരു കോംപ്ലിമെന്റ് ഇവിടെ പങ്കെടുക്കുന്ന മുഴുവൻ ആളുകൾക്ക് വിതരണം ചെയ്തെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. അതിവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് അതെല്ലാം വാങ്ങിയിട്ട് വേണം നിങ്ങൾ പോകാൻ. നമുക്കിനി മറ്റൊരു PSR
VS രാധാകൃഷ്ണൻ കരയോഗം പ്രസിഡന്റായിട്ട് നമ്മുടെ നേതൃത്വത്തിൽ നിന്ന് നമ്മളെ നയിച്ച അദ്ദേഹത്തെ ആദരിക്കുന്നു. ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ഇവിടുത്തെ എൻ്റെ ഭഗവതിദാസൻ സ്കൂളിൽ നിന്ന് 7ാം ക്ലാസ് പാസ്സായി, എടവനക്കാട്ട് ഹൈസ്കൂളിൽ നിന്ന് SLC പാസ്സായി, ബിരുദം കഴിഞ്ഞ് ബാംഗ്ലൂർ പോയി 35 കൊല്ലത്തോളം തിരിച്ച് ഇവിടെ വന്ന് സെറ്റിൽ ചെയ്തു. അപ്പോൾ ഇവിടെ സെറ്റിൽ ചെയ്ത് 3-4 കൊല്ലം കഴിഞ്ഞപ്പോൾ ആരും എന്നോട് കൊടുത്തു വെച്ചു, why don't you take up പ്രസിഡൻഷിപ്പ്. അങ്ങനെ എനിക്കൊരു ഗുണം കിട്ടി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ പരിചയസമ്പന്നരായ സെക്രട്ടറിയും ഖജാൻജിയും ഉള്ളൊരു ടീമിനെ തന്നു. കഴിയുന്നത്ര കാര്യങ്ങൾ ചെയ്യാൻ പറ്റി. അധികം കാര്യങ്ങൾ ചെയ്തു എന്ന് പറയാൻ എൻ്റെ മൂത്ത് ചേട്ടൻ പറഞ്ഞ കാര്യം കേട്ടപ്പോൾ നമ്മൾ ചെയ്തൊന്നുമല്ല എന്നുള്ള രീതിയായി. ഇനി എല്ലാത്തിനും ഞാൻ നന്ദി പറയുന്നത് എൻ്റെ കമ്മിറ്റിക്കാരോടാണ്. They have done a good job. Thank you all very much. Thank you. നമുക്ക് എല്ലാവർക്കും പരിചിതമായ സെക്രട്ടറി, ബാങ്കിന്റെ സെക്രട്ടറി എന്നറിയപ്പെടുന്ന പട്ടത്ത് തോട്ടക്കൽ ശ്രീവാർ KP വിജയകുമാറിനെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ടവർ, 2014 ഞാൻ 13 റിട്ടയർ ചെയ്ത് 14 ഉദ്യോഗത്തിൽ വന്നിട്ട് തികച്ചും അവിചാരിതമായി അപ്രതീക്ഷിതമായിട്ടാണ് എന്നെ ഈ സ്ഥാനത്തേക്ക് ഈ ഉദ്യോഗം തിരഞ്ഞെടുത്തത്. പക്ഷേ എനിക്ക് സംശയങ്ങളുണ്ടായിരുന്നെങ്കിലും പരിചയസമ്പന്നരായ പരിചയസമ്പന്നരായ മറ്റുള്ളവരെല്ലാവരും അനന്തപത്മനാഭൻ, വേണു, പത്സഞ്ചേട്ടൻ, വേറെ എല്ലാവരും തന്നെ പരിചയക്കാരായിരുന്നു. അവരുടെയൊക്കെ സഹായത്തോടുകൂടി 3 കൊല്ലം എനിക്ക് ഈ സ്ഥാനത്ത് തുടരാൻ കഴിഞ്ഞു. അതൊരു വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. പിന്നെ നേരത്തെ രവിമാഷ് പറഞ്ഞതായി അവരുടെയൊക്കെ ശ്രമഫലമായിട്ട് +2 അനുവദിച്ച് കിട്ടിയത് ഞങ്ങളുടെ കാലത്താണ്. അങ്ങനെ ഒരു ഭാഗ്യം കിട്ടി. മറ്റൊന്നുകൂടി ഞാൻ ഓർക്കുന്നത്, നമ്മുടെ കരയോഗാംഗങ്ങൾ മരിച്ചാൽ ശവസംസ്കാര ചടങ്ങിൽ കരയോഗത്തിൻ്റെ പട്ട് പുതപ്പിക്കുന്ന ആ ഒരു രീതി തുടങ്ങിയത് ഞങ്ങളുടെ കാലത്താണ്. അത്രയും ഒരു ആത്മനിർവൃതി ഈ കാര്യത്തിലുണ്ടായിട്ടുണ്ട്. ഈ ഇത് ആദരവ് തന്നതിന് നിങ്ങൾക്കെല്ലാവർക്കും നന്ദി. ചന്ദ്രചേട്ടൻ എന്ന് വിളിക്കുന്ന പുഞ്ചയിൽ ശരത്ചന്ദ്രൻ. ഞാൻ സ്ഥലത്തുണ്ടായിരുന്നില്ല, വിദേശത്തായിരുന്നു 10 കൊല്ലം. അത് കഴിഞ്ഞ് വന്നിട്ട് ഒരാഴ്ചക്കുള്ളിൽ തന്നെ അവിചാരിതമായി ഇക്കാര്യത്തിൽ ഖജാൻജിയായിട്ട് ഇരിക്കേണ്ടി വന്നു. അന്ന് കയറിയിട്ട് പിന്നെ
അതിൽ നിന്ന് ഇറങ്ങാനായിട്ട് വളരെ വിഷമപ്പെട്ടു. അവസാനം ഒരു കണക്കിന് അത് കഴിഞ്ഞത് കാഷ്യർ സ്ഥാനം മാറി, കമ്മിറ്റി മെമ്പറായി, മാനേജറായി. ചന്ദ്രമാഷ് വഹിച്ചപ്പോൾ അവിചാരിതമായിട്ട് അതുകൂടി ഏറ്റെടുക്കേണ്ടി വരും. അങ്ങനെ ഏറ്റെടുത്ത് വളരെയധികം വെല്ലുവിളികൾ നേരിട്ട കാലത്താണ് ഞാൻ ഭരണത്തിൽ. അത് കഴിഞ്ഞ് ഒരു കണക്ക് കടന്നു പോയി പ്രസവമായിട്ട് വീട്ടിലിരിക്കുന്നു. വേറെ പ്രശ്നമൊന്നുമില്ല. നന്ദി. ഇനി വേണിച്ചേട്ടൻ, നേത്രമംഗലത്ത് എന്നെ വേണുഗോപാൽ. ബഹുമാനപ്പെട്ട യോഗാധ്യക്ഷൻ, വേദിയിലിരിക്കുന്ന കരയോഗം പ്രസിഡന്റ് അടക്കമുള്ള വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട മെമ്പർമാർ, ഈ 100 വർഷം ആഘോഷിക്കുന്ന കരയോഗത്തിൻ്റെ പുരോഗതിയിലും അഭിവൃദ്ധിയിലും ഒരു ചെറിയ പങ്ക് എനിക്കുമുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ഓർമ്മ വച്ച നാൾ മുതൽ ഈ അമ്പലത്തിന് വേണ്ടിയും കരയോഗത്തിന് വേണ്ടിയും പ്രവർത്തിച്ചു വന്നിട്ടുള്ള ഒരാളാണ്. പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ഇവിടെ കണ്ടിട്ടുണ്ടാവും, തയ്യെഴുത്ത് വാസുദേവൻ മാഷ് പ്രസിഡന്റ് ആയിരുന്നപ്പോൾ മുതൽ ഈ കരയോഗത്തിൻ്റെ കമ്മിറ്റി മെമ്പറായിട്ട് ഞാൻ പ്രവർത്തിച്ചു വന്നിട്ടുണ്ട്. തയ്യെഴുത്ത് വാസുദേവൻ മാഷ്, KP ശിവരാമൻ മാഷ്, വേലിയത്ത് ചന്ദ്രചേട്ടൻ, രവിസാറ്, വിജയൻ മാഷ്, പുഞ്ചേല ചന്ദ്രചേട്ടൻ, നമ്മുടെ വിജയൻ ചേട്ടൻ, ഇത്രയും പേരുടെ കൂടെ കമ്മിറ്റി മെമ്പർമാരായും ഖജാൻജിമായും കുറേ നാളത്തെ പരിചയത്തിന് ശേഷമാണ് ഏതാണ്ട് 5 വർഷത്തോളം പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വന്നത്. ഈ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്തപ്പോൾ ആദ്യമൊക്കെ എനിക്കൊരു ഭയം ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഏറ്റവും നേരത്തെ പലരും പറഞ്ഞ പോലെ സെക്രട്ടറി സ്ഥാനത്തേക്ക് എൻ്റെ ഒപ്പം നിന്നത് ഈ കരയോഗത്തിന് വേണ്ടി അഹോരാത്രം ഒരുപാട് കാലം പണിയെടുത്തിരിക്കുന്ന, എനിക്ക് തോന്നുന്നു എന്നെക്കാൾ കൂടുതൽ ആദരിക്കപ്പെടേണ്ട ശ്രീ തൈക്കാട് ഭാരതീയനായിരുന്നു. കാരണം തൈക്കാട് ഭാരതീയൻ ഒരുപാട് വർഷമായി കരയോഗത്തിൻ്റെ കേസുകളും പറമ്പുകളുടെ കാര്യങ്ങളിലായാലും എല്ലാ കാര്യങ്ങളിലും വളരെ ആത്മാർത്ഥതയോടെ സഹകരിച്ചിട്ടുള്ള മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ കഴിവുള്ളതുകൊണ്ട് എനിക്ക് യാതൊരു പ്രശ്നമില്ലായിരുന്നു. എല്ലാവിധ ഉപദേശങ്ങളും അദ്ദേഹത്തിൻ്റെ ഉപദേശം അനുസരിച്ച് തന്നെയാണ് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. പിന്നെ സ്കൂളിൻ്റെ കാര്യത്തിൽ വിജിച്ചെന്നുള്ളപ്പോൾ നമുക്ക് ഹയർ സെക്കൻഡറി കിട്ടി. അപ്പോൾ അതിനുശേഷമാണ് ഞാൻ വരുന്നത്. പിന്നെ ഹയർ സെക്കൻഡറിയുടെ പോയിട്ട് നമ്മുടെ സ്കൂളിന് നല്ലൊരു പഠിപ്പിക്കാനുള്ള സ്ഥല സൗകര്യത്തിൻ്റെ പരിമിതി ഉണ്ടായതുകൊണ്ട് നമുക്കൊരു ബിൽഡിംഗ് പണി അനുസരിച്ച് 12 ക്ലാസ് റൂമുള്ള ഒരു പുതിയ ബിൽഡിംഗ്, ഹയർ സെക്കൻഡറിയുടെ ബിൽഡിങ്ങിന് ശേഷം ആകെ ഒരു ബിൽഡിംഗ് വന്നിരിക്കുന്നത് ആ ഒരു ബിൽഡിംഗ് മാത്രമാണ്. ഇന്ന് ആ ബിൽഡിംഗ് ഇല്ലെങ്കിൽ ആ സ്കൂളിൽ പഠിപ്പിക്കാനുള്ള സൗകര്യം ഉണ്ടാവില്ല. അതുമാത്രമല്ല, ആ കാലഘട്ടത്തിൽ ഒരുപാട് അപ്പോയിൻമെൻറ്റുകൾ നമുക്ക് നടത്താൻ സാധിച്ചു. അത് റിട്ടയർമെൻറ്റ് മാത്രമായിരുന്നില്ല, അന്ന് അത്രയ്ക്ക് അതേ രീതിയിലുള്ള വർക്ക് നടത്തിയതുകൊണ്ട് സാദിഖ് മാഷിൻ്റെയും ഞങ്ങളെ കൂടി ഒരുമിച്ചുള്ള പ്രവർത്തനം കൊണ്ട് ഇവിടെ സ്കൂളിലെ സ്ട്രെങ്ത്ത് വർധനവ് കൊണ്ടുകൂടി നമുക്ക് 2-3 ഡിവിഷൻ കൂട്ടാൻ പറ്റും. അപ്പോൾ അതേ രീതിയിൽ നമ്മൾ സ്കൂളിൽ ഇതുപോലെ NCCയുടെ ഇത് തുടങ്ങി, സ്പോർട്സ് ക്ലബ്ബ് തുടങ്ങി. ഇതെല്ലാം ആ കാലഘട്ടത്തിലായിരുന്നു. ഏതായാലും ആ 5 വർഷം കൊണ്ട് സ്കൂളിൻ്റെ ഭൗതിക സൗകര്യങ്ങൾ ഉയർത്തുവാനും സ്കൂളിനെ നല്ലൊരു ലെവലാക്കി ഉയർത്തുവാനും സാധിച്ചു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനിയും ഈ കരയോഗത്തിന് ഉത്തരോത്തരം അഭിവൃദ്ധി ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട്, നായർമത്തമ്മയോട് പ്രാർത്ഥിച്ചുകൊണ്ട്, വിഭാഗീയത ഒഴിവാക്കി എല്ലാവരെയും ഏകോപിപ്പിച്ചുകൊണ്ട് ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാൻ ഭഗവതി എല്ലാവർക്കും മനസ്സ് വരുത്തട്ടെ എന്നും കൂടി പറഞ്ഞുകൊണ്ട് എനിക്ക് പറഞ്ഞു. അടുത്ത് നമ്മുടെ ശോഭച്ചേട്ടൻ, വേലിയത്ത് മഠം BC പ്രസന്നകുമാർ, ഇപ്പോൾ ദേവസ്വം പ്രസിഡന്റാണ്. അദ്ദേഹത്തിൻ്റെ കരയോഗം പ്രസിഡന്റ്
ആയിരുന്നപ്പോൾ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ചും വളരെ ചുരുങ്ങിയ വാക്കുകളിൽ നിങ്ങളോട് സംസാരിക്കും. നേരത്തെ ചന്ദ്രചേട്ടൻ പറഞ്ഞ ആദ്യമായിട്ട് എനിക്കത് പ്രസംഗിക്കാറില്ല. അവർ അധ്യക്ഷ ഡ്രസ്സിന് മുമ്പ് തന്നെ അങ്ങനെ പറഞ്ഞു. ഞങ്ങൾക്ക് അധ്യക്ഷൻ ചന്ദ്രചേട്ടൻ, കരയോഗ പ്രസിഡന്റ്, മറ്റ് ഭാരവാഹികൾ. നേരത്തെ ചന്ദ്രചേട്ടൻ പറഞ്ഞ ജീവിതത്തിൻ്റെ മിക്കവാറും 40 വർഷത്തോളം 39.25 വർഷം ഞാൻ ബാങ്കിൽ ജോലിയായിരുന്നു. ബാക്കി അവിടെ നിന്ന് ഇറങ്ങി ഒരു 5-6 മാസം കഴിഞ്ഞപ്പോഴേക്കും കരയോഗത്തിൻ്റെ ഒരു പ്രസിഡൻ്റായിട്ട് എനിക്ക് സ്ഥാനമേൽക്കാൻ സാധിച്ചു. അതിനുശേഷം തുടർന്ന് ഇതുവരെ ദേവസ്വം പ്രസിഡൻ്റായിട്ടും ഒക്കെ ഇരിക്കുന്നതുകൊണ്ട് എൻ്റെ ആരോഗ്യത്തിന് തന്നെ ഭഗവതി കനിഞ്ഞു തന്ന ഒരു അനുഗ്രഹമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. പിന്നെ കരയോഗത്തിൻ്റെ പഴയ ചരിത്രം എടുത്തു നോക്കുമ്പോൾ എനിക്കൊക്കെ ഓർമ്മയുള്ള തയ്യലിൻ്റെ വാസുചേട്ടൻ്റെ കാലം മുടങ്ങിയിട്ട് അന്ന് മുതൽ ഞങ്ങൾ, അപ്പം എനിക്കൊരു 5 വയസ്സ് 1ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് തന്നെ വൈകിട്ട് അമ്പലപ്പുഴയിൽ വന്നിരുന്ന് ഞങ്ങൾ കളിക്കാൻ വേണ്ടിയിട്ട് വരും. ദിവാലയനെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പോകാറുണ്ട്. ആ നേരത്തെ ഈ ബംഗ്ലാവിൻ്റെ അതായത് ഇരുന്നിട്ട് തയ്യാത്ത വാശാട്ടിനും മറ്റൊക്കെ പറഞ്ഞ് അവരുള്ളിൽ നടക്കുന്ന സംസാരങ്ങളും മറ്റൊക്കെ അതിനു വേണ്ടിയിട്ട് ഈ അമ്പലത്തിന് അല്ലെങ്കിൽ കരയോഗത്തിന് വേണ്ടിയിട്ട് ദേവസ്വത്തിന് വേണ്ടിയിട്ടും ഇവർ കഷ്ടപ്പെട്ടാക്കണം, അല്ലെങ്കിൽ ഇവരുടെ മുൻ ആൾക്കാർ കഷ്ടപ്പെട്ടാക്കുന്ന കാര്യങ്ങളും മറ്റൊക്കെ കേട്ടറിഞ്ഞ് നമ്മുടെ മനസ്സിൽ തണുപ്പിച്ച് അങ്ങേയറ്റം അന്ന് നമുക്ക് ശാരീരികമായിട്ട് മാത്രമേ പറ്റുള്ളൂ. കാരണം ബാങ്കിൽ ജോലി എന്നൊക്കെ പറയുമ്പോൾ വേറെ സ്ഥാപനത്തിൻ്റെ മുന്നിൽ കയറാൻ പറ്റില്ല. അങ്ങനെ അന്ന് വരെ ശാരീരികമായിട്ട് മാനസികമായിട്ടുള്ള പിന്തുണകളും കൊടുത്ത് ഇതുവരെ വന്ന് നിൽക്കുമ്പോൾ ഇതിൻ്റെ ഈ സ്ഥിതിയിൽ ഈ സ്ഥാപനം എത്തിക്കാൻ മുൻപ് നമ്മൾക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടിരുന്ന അവരുടെ പ്രയത്നങ്ങളെ അതിനോട് ആത്മാർത്ഥത പുലർത്തണമെങ്കിൽ ഇന്നിപ്പോൾ ഈ 100 നിൽക്കുന്ന ഈ സ്ഥാപനത്തിൻ്റെ നമുക്ക് ധാരാളം പ്രശ്നങ്ങൾ വരാൻ കിടപ്പുണ്ട്. ഈവൻ 2030 TTIയുടെ കാര്യമൊക്കെ നമുക്ക് ധാരാളം മാറ്റങ്ങൾ വരുത്തില്ല എന്നുണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് നഷ്ടപ്പെട്ടു പോകും. അങ്ങനെ ഓരോരോ കാര്യങ്ങളിലും നമ്മൾ മുൻകൂട്ടി ചിന്തിച്ച് ഇപ്പം ജയഗോപാലിൻ്റെ നേതൃത്വത്തിൽ നല്ലതായിട്ട് നടക്കേണ്ട കാര്യങ്ങൾ, പക്ഷെ വരുന്നവരും ഇതിനെപ്പറ്റി കേട്ട് പഴയ കാര്യങ്ങൾ പഠിച്ച് മുമ്പിലേക്ക് തയ്യാറായി ഇരുന്നാൽ മാത്രമേ നമ്മളെപ്പോലുള്ള ഒറ്റപ്പെട്ട് നിൽക്കുന്നതായ സമുദായത്തിന് ഒരു രക്ഷ പ്രാപിക്കാൻ പറ്റുള്ളൂ. അതിന് എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിക്കണം എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. സമ്മതത്തോടുകൂടിയാണ് നമ്മൾ അവസാനം ആൾക്ക് കൊടുക്കാൻ തീരുമാനിച്ചത്. നേരത്തെ കൊടുക്കേണ്ടതായിരുന്നു. എന്തായാലും ഇപ്പോൾ അധ്യക്ഷത വഹിക്കുന്ന ആൾ കൂടിയാണ്, അതുകൊണ്ടാണ് അവസാനമായിക്കോളാം പറഞ്ഞിട്ടുള്ളത്. കോടിക്കാട് PR നന്ദനൻ പുഞ്ചൈ. വർഷം 100 വർഷം ആഘോഷിക്കുന്ന കരയോഗത്തിൻ്റെ 75 വർഷം എൻ്റെ വയസ്സാണ്. 75 വർഷം സർ ഈ കരയോഗത്തോടു കൂടി സഹകരിക്കാനും നായരമ്പലത്തിനു വേണ്ടി പ്രവർത്തിക്കുവാനും പരിശ്രമിച്ചിട്ടുണ്ട്. കേരളത്തിലെ വൈപ്പിൻകരയിലെ നായരമ്പലം ഭഗവതി ക്ഷേത്രം, നായരമ്പലം നായർ കരയോഗത്തിൻ്റെതാണ്. നായരമ്പലം നായർ കരയോഗം ഈ ഭഗവതി ക്ഷേത്രത്തിന് വേണ്ടി ഈ 75 വർഷത്തിൽ എന്തെല്ലാം ചെയ്തു എന്ന് ഒരു വിലയിരുത്തതും പുതിയ തലമുറയ്ക്ക് വേണ്ടിയിട്ട്
ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. വെറുതെ ചുരുങ്ങിയ വാക്കുകൾ. വൈപ്പിൻകരയിലെ ഏറ്റവും വലിയ നടപ്പന്തൽ ഈ നായരമ്പലം നായർ കരയോഗമാണ് ഭഗവതിക്ക് വേണ്ടി നിർമ്മിച്ചത്. അത് പൂജയിൽ ശങ്കരൻ നായർ എന്ന ഞങ്ങളുടെ വിനിച്ചനാണ്. ശ്രീകോവിൽ ചെമ്പ് പൊതിഞ്ഞ് സ്വർണ്ണത്താഴികൾ കുടം വെച്ചതും എൻ്റെ ഓർമ്മയിൽ നിൽക്കുന്നു. 1966 ഏറ്റവും വലിയൊരു നായരമ്പലത്തൊരു ആനയെ മേടിക്കണമെന്നുള്ള ആഗ്രഹത്തിൽ 1966 ഗോപാലൻ എന്ന ആനയെ വാങ്ങിച്ചത്. അതിന് പൈസ തികയാണ്ട് വന്നപ്പോൾ നമ്മുടെ ലീഗൽ അഡ്വൈസറായിരുന്ന പനമ്പള്ളി ഗോവിന്ദമേനോനിൽ നിന്നാണ് നായരമ്പലം കരയോഗം കടം വാങ്ങിയത്. പിന്നീട് രവിചേട്ടൻ പറഞ്ഞതിലുള്ള ഒരു ചെറിയ ശിവാജി അസോസിയേഷൻ്റെതായിരുന്നില്ല, കരയോഗത്തിൻ്റെതായിരുന്നു. ഗോപാലനെ വിറ്റതിന് ശേഷം കരയോഗം ശിവാജിയെ വാങ്ങിച്ചു. ശിവാജിയെ വിട്ടതിന് ശേഷം കേശവനെ വാങ്ങിച്ചു. കേശവന് ശേഷം രാജശേഖരൻ, രാമേന്ദ്രനെല്ലാം ട്രസ്റ്റിൻ്റെ. ഇതാണ് കരയോഗത്തിൻ്റെ ആനകൾ. പക്ഷേ ഈ ഭഗവതിക്ക് വേണ്ടിയിട്ട് കൂടുതലായിട്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ കരയോഗം ചെയ്തിട്ട് അത് കൊണ്ടുപോയിരിക്കണം. ഈ ഭഗവതിയുടെ അനുഗ്രഹം മാത്രമേ നമുക്കുള്ളൂ. നമ്മളത് ഭഗവതിയെ വേണ്ട വിധത്തിൽ കാത്തുരക്ഷിക്കണം എന്ന് മാത്രം പറയുന്നു. കൂടാതെ പ്രവർത്തനത്തിലേക്ക് എടുത്തു പറയുകയാണെങ്കിൽ 1983 ലക്ഷാർച്ചന, 1986 കോടിയർച്ചന എല്ലാ കരയോഗാംഗങ്ങളുടെയും കുടുംബാംഗങ്ങളുടെയും സഹകരണത്തോടുകൂടി വളരെ ഗംഭീരമായിട്ട് ആഘോഷിക്കുവാൻ സാധിച്ചു. 87 മഹാഗണപതി ഹോമം 13 ആനകളെ നിരത്തിക്കൊണ്ട് നായരമ്പലം ഭഗവതിക്ക് വേണ്ടി നമ്മൾ ചെയ്തു. പിന്നീട് ഉള്ളത് ഒരു എടുത്തു പറയത്തക്ക ഒന്നാണ് 2011 വനിതകളെ കരയോഗാംഗങ്ങളാക്കണമെന്ന് ഉള്ള തീരുമാനം ഞാനും പപ്പുവും അടങ്ങിയ കമ്മിറ്റി തീരുമാനിക്കുകയും ഓരോ വീടുകളിൽ പോയി അവരെ അംഗങ്ങളാക്കുകയും അന്നു മുതൽ നമ്മുടെ വനിതാ വിഭാഗം കരയോഗ പരിപാടികളിൽ ഭാഗമാക്കുകയും അതിൻ്റെ കൂടെ ഒരു പ്രവർത്തനമായിരുന്നു നഭസ് എന്ന ഒരു അസോസിയേഷനിലെ ഒരു ഗ്രൂപ്പ് ഓഫ് ലേഡീസ്. അതുമുണ്ടായി. അവരുടെ പ്രവർത്തനവും എല്ലാം നായരമ്പലത്തമ്മയ്ക്ക് വേണ്ടിയിട്ട് ഇനിയും നടത്തണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിക്കും. ഈ സ്വീകരണം നൽകിയതിൻ്റെ കരയോഗത്തിൽ നന്ദി പറയുന്നു. ഇവരാരും നേതൃത്വം അലങ്കരിച്ചിരുന്നവരല്ല എന്നുള്ളവരുടെ സംഭാഷണത്തിൽ നമുക്ക് മനസ്സിലാവും. തൻ്റെ ജീവിത തിരക്കുകളിൽ നിന്നും അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട്, സ്വന്തം ജീവിതത്തിൻ്റെ തിരക്കുകൾ മാറ്റിവെച്ചുകൊണ്ട് ഈ പ്രസ്ഥാനത്തിന് വേണ്ടി തൻ്റെ സമയം കണ്ടെത്തിയ ആളുകളാണ്. അതുകൊണ്ട് തന്നെ ഇവരെ ഒന്നും നമുക്ക് അത്തരത്തിൽ വിട്ടുകളയാൻ പറ്റുന്നവരല്ല. എല്ലാവരും യാത്രയൊക്കെ യോഗം പറയുന്ന പോലെ പോകേണ്ടവരല്ല, ചേർത്ത് നിർത്തേണ്ട ആളാണ്. അവരെ നമുക്ക് കൂടി ചേർത്ത് നിർത്താം, നമുക്കിനി മുന്നോട്ട് പോകാം. ആ ഒരു ഒരുമ നമ്മുടെ തുടർന്നുള്ള പ്രവർത്തനങ്ങളിലും ഉണ്ടാകണം. മറക്കണ്ട, കോംപ്ലിമെൻ്റ് ഉണ്ട്. ഭക്ഷണം കഴിഞ്ഞാൽ എല്ലാവരും ഇവിടെ വരണം.